ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ആത്മഹത്യാ കേസിൽ അന്വേഷണം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് കൈമാറി. പ്രതി സിന്ധു കുമാരിയുടെ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സിന്ധുവിനൊറ്റയ്ക്ക് ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്നാണ് സംശയം. സിന്ധുവിന്റെ പിന്നിൽ മറ്റാരെങ്കിലുമോ ഒരു സംഘമോ ഉണ്ടോ എന്ന് പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിനായി ബാങ്കുകളിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, രണ്ട് വളരെ പാവപ്പെട്ട പെൺകുട്ടികൾ, അവർ ഈ സിന്ധുവിനെ വിശ്വസിച്ചതാണ് അവർ ചെയ്ത തെറ്റ്. അവർ നൈസായിട്ടാണ് ആ രണ്ട് പെൺകുട്ടികളെയും സിന്ധു തേച്ചിട്ട് പോയത്. അവരിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ അവർ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് അവർക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല എങ്കിൽ പോലും. പക്ഷേ ഈ സിന്ധു ഇത് ഒറ്റയ്ക്ക് ചെയ്തുവെന്ന് കരുതുന്നില്ല, അല്ലേ? അന്വേഷണം ഇപ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് കൈമാറിയിരിക്കുകയാണല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗോപാൽ? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു സിന്ധു എന്ന കൊടും ക്രിമിനലിന്റെ ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു വരാൻ എന്നുള്ളതാണ്. ഈ രണ്ടുപേരെ മാത്രമല്ല സിന്ധു തട്ടിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഈ കേസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് കൈമാറാനുള്ള കാരണവും. സിന്ധുവിനെതിരെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം പോലീസിൽ മാത്രം 25 പരാതികൾ ലഭിച്ചിരിക്കുന്നു. ഈ കണക്കെല്ലാം കൂട്ടിയെടുക്കുമ്പോൾ 2 കോടി രൂപയിലധികം വരുന്ന തട്ടിപ്പ്, 200 പവനോളം സ്വർണ്ണമാണ് സിന്ധു പലരിൽ നിന്നായി പല കാരണങ്ങൾ പറഞ്ഞ് മേടിച്ചെടുത്ത് പണമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു വലിയ വ്യാപ്തിയുള്ള ആഴമുള്ള ഒരു തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഈ കേസ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് കൈമാറിയിട്ടുള്ളത്. ഇത്രയധികം വലിയ തട്ടിപ്പ് സിന്ധുവിനെ പോലെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുമോ? നടത്തിയിട്ട് ഇത്ര കാലം പിടിയിലാകാതെ സുഖിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. സിന്ധുവിന്റെ സാമ്പത്തിക ഇടപാടുകളിലും ബന്ധങ്ങളിലും വലിയ തരത്തിലേക്കുള്ള ദുരൂഹതകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ആ ഒരു സംശയത്തിന് ബലം കൂട്ടുന്നത് സിന്ധുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച ചില വിവരങ്ങളാണ്. ചില ആൾക്കാരോട് സിന്ധു ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കേസുമായി എന്തെങ്കിലും തരത്തിലേക്കുള്ള സാധ്യതകളോ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുകളോ ഉണ്ടോ എന്ന സംശയം. അതുകൊണ്ട് കൂടിയാണ് സിന്ധുവിന്റെ പശ്ചാത്തലവും സിന്ധുവിന്റെ ബന്ധങ്ങളെയും മറ്റുള്ളവരെയും കുറിച്ച് പരിശോധിക്കാൻ അന്വേഷണ സംഘം ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിലും വലിയ തരത്തിലേക്കുള്ള പൊരുത്തക്കേടുകളുണ്ട്. സിന്ധുവിന് പല അക്കൗണ്ടുകൾ പല ബാങ്കുകളിലായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം വിലയിരുത്തുന്നത്. അതിനോടൊപ്പം തന്നെ സിന്ധു KSFE-യിൽ പ്രമാണം ചിട്ടിക്ക് പണം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുകയും ആ പ്രമാണം അതേ KSFE-യിൽ തന്നെ പണയം വെച്ച് ഈ ഉടമകൾ അറിയാതെ വലിയ തുക ലോൺ എടുത്ത് മുങ്ങുന്നതുമായിരുന്നു രീതി. ഇത്തരത്തിൽ പണം തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഉടമകൾക്ക് നോട്ടീസ് ലഭിക്കും. അപ്പോൾ മാത്രമാണ് ഈ പ്രമാണത്തിന്റെ യഥാർത്ഥ ഉടമകൾ വലിയ തട്ടിപ്പുണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 15 ബ്രാഞ്ചുകളിലാണ് KSFE വഴി സിന്ധു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏതാണ്ട് 20ഓളം ധനകാര്യ സ്ഥാപനങ്ങളിലായി സിന്ധു വലിയൊരു തുക, 200 പവനോളം സ്വർണം വിറ്റ് വലിയൊരു തുക നേടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്കൊരാൾ, ഒരു ആസൂത്രണമില്ലാതെ, ഇതിനെപ്പറ്റി ധാരണയില്ലാതെ നടപ്പിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നതാണ് അന്വേഷണ സംഘത്തെ ആ വഴിയിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, സിന്ധുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അക്കൗണ്ടുകൾ, സിന്ധുവിന്റെ ഇതുവരെയുള്ള ക്രയവിക്രയങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ അപേക്ഷ ആ ബാങ്ക് രേഖകൾ ലഭിച്ച ശേഷമായിരിക്കും ഇതിലൊരു വഴിത്തിരിവാക്കാൻ കഴിയുന്ന ഒരു തെളിവ് ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, സിന്ധു ചെയ്തു കൂട്ടിയതേ ഇവരുടെ അടുത്ത് പോയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ വെച്ചിരിക്കുന്ന സ്വർണം കുറച്ച് നാളത്തേക്ക് ഒന്ന് മോളെ തരൂ എന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. തിരിച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കാതെ വന്നപ്പോൾ തിരികെ ചോദിച്ചപ്പോൾ സിന്ധു പറഞ്ഞു, സ്വർണ്ണോ? നിങ്ങളാരാ? സ്വർണ്ണമൊന്നും തന്നിട്ടില്ല, നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളതെന്ന് പറഞ്ഞു. പാവങ്ങൾ എന്ത് ചെയ്യും? സ്നേഹത്തിന് പുറത്തെടുത്ത് കൊടുത്തതാണ്. അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നടക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റും വരും. അപ്പോൾ അവർ ചിലപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് വരും. അവർ ചിലപ്പോൾ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായിട്ട് വരും. പക്ഷേ കൃത്യമായിട്ട് അകലം പാലിക്കുക, കേട്ടത് എന്ന് പറയുക, അത്ര തന്നെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്ന് വെച്ചാൽ സഹായിക്കേണ്ട എന്നല്ല, പക്ഷേ ആളുകളെ നോക്കി മനസ്സിലാക്കിയതിന് മാത്രം നിങ്ങൾ സഹായിക്കുക.